രാഹുൽ ഗാന്ധി പിന്നെയും ചോദിക്കുകയാണ്, ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ വീണു, രാജ്യത്തിന് അതറിയണം. ജയശങ്കർ വിദേശകാര്യമന്ത്രി മറുപടി പറയുന്നില്ല. ഇത് കുറ്റകരമായ വീഴ്ചയാണ് എന്നൊക്കെ പറയുന്നു. മോദിയാണോ ഈ വിമാനങ്ങൾ പറപ്പിക്കുന്നത്? അതൊന്നുമല്ല. ഇപ്പം നമ്മൾ ഈ വിദേശ ടൂറ് പോകുന്നില്ലേ, 59 MP-മാർ 7 ടീമായിട്ട് പല രാജ്യങ്ങളിൽ പോകുന്നു. നമ്മൾ ഇന്നലെ അതിൻ്റെ പർപ്പസിനെ പറ്റി നമ്മൾ സംസാരിച്ചു. പക്ഷെ അതിന് പാരവയ്ക്കുന്ന പരിപാടിയാണ് രാഹുൽ ഗാന്ധി പറ്റി. ഒന്ന്, ഈ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയത് രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവരുടെ നോമിനി ആയിരുന്നില്ലല്ലോ, സർക്കാർ എടുക്കുകയായിരുന്നു. അപ്പം അതിന് കൊടുക്കേണ്ട തിരിച്ചടി എന്താണ്? ശശി തരൂരാണെങ്കിൽ ഒരു ഹയർ പെഡസ്റ്റലിലേക്ക് മാറുകയും ചെയ്തു. ശശി തരൂർ പറഞ്ഞു, രാജ്യത്തിൻ്റെ ഒരു ആവശ്യം വരുന്നു കഴിയുമ്പോൾ ഞാൻ കൂടെയില്ല എന്നുള്ള സ്ഥിതി എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പോകും, പാർട്ടിയേക്കാൾ വലുതാണ് രാജ്യം. ഇങ്ങനെയൊരു നിലപാടെടുത്തിട്ട് ശശി തരൂരിന് ഭയങ്കര ഒരു ബിൽഡപ്പ് ഉണ്ടായി. രാഹുൽ ഗാന്ധിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ചോദ്യം ചെയ്ത് ഇതിന് ഉത്തരം കിട്ടുക അങ്ങനെയൊന്നും അല്ല ഉള്ള ആവശ്യം. ഇവർ പുറത്തു പോകുമ്പോൾ മറ്റ് രാജ്യങ്ങൾ ഇവരോട് തിരിച്ചു ചോദിക്കണം, അല്ല നിങ്ങളുടെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഉണ്ടല്ലോ, അയാൾ കുറേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കുന്നു, അയാളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. ഞങ്ങൾക്കിത് ബോധ്യം വന്ന കാര്യമാണ്, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ അയാളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്ത് നിങ്ങളുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം ആലോചിച്ച് നോക്കി. ഇത് ചോദിക്കാനായിട്ട് ഇയാളെ ഏർപ്പാട് ചെയ്യും. ശശി തരൂർ പോകുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. അമേരിക്കയിലെ ഇത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, അത് രാഹുൽ ഗാന്ധിയുടെ ഒരു അഡ്ഡയാണ്. അവിടെ നിന്നാണ് രാഹുൽ ഗാന്ധിയുടെ കൺട്രോളല്ല. അപ്പോൾ ഇവർ പോകുമ്പോൾ ഇവർ ഡയറക്റ്റ് അമേരിക്കൻ ഡിപ്ലോമാറ്റ്സുമായിട്ടോ അല്ലെങ്കിൽ JD വാൻസുമായിട്ടോ മാർക്കോ റൂബിയുമായിട്ടോ ഒക്കെ സംസാരിക്കുന്നു എന്ന് വയ്ക്കുക. അത് ചിലപ്പോൾ ടെലിവൈസ് ചെയ്യില്ല. ബട്ട് ഈ ആൾക്കാരെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി വിളിക്കും, ശശി തരൂരിനടക്കം. വി ഇൻവൈറ്റ് ശശി തരൂരിൻ്റെ ഒരു 20 minute സ്പീച്ച് ഓൺ വാട്ട് ഇന്ത്യ ഡിഡ് ആൻഡ് വാട്ട് ഇന്ത്യ ഡിഡ് നോട്ട്. അത് കഴിഞ്ഞിട്ട് ചോദ്യോത്തരം. ആ ചോദ്യോത്തരത്തിൽ ഈ പോയിന്റ് റേസ് ചെയ്യും. ദിസ് ഈസ് വാട്ട് ഐ പ്രിസ്യൂം. അതല്ലെങ്കിൽ ഈ സാമദ്രോഹി ഇപ്പം ഇതെടുത്തിടേണ്ട ഒരു കാര്യമില്ല. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇതിൽ ഭാരതത്തിന് നഷ്ടം സംഭവിച്ചോ, റീസണബിളി ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാവും നമുക്കും എന്തെങ്കിലുമൊക്കെ നാശനഷ്ടം ഉണ്ടായിരിക്കാം. ഇന്നലെ ഞാൻ സുനിലിനോട് പറഞ്ഞില്ലേ, എന്നേക്കാൾ തടിയും പൊക്കമുണ്ട് സുനിൽ, എന്നെ തല്ലാൻ ഞാൻ 2 ഇടിയെങ്കിലും ഞാനും ഇടിക്കുമല്ലോ. അപ്പോൾ മിന്നൽ പോലെ എന്നെ അങ്ങ് ഭസ്മമാക്കി കളയുമോ? സാധ്യമല്ല. 2 ഇടി ഞാൻ ഇടിക്കും. അത് എത്ര ഇടിച്ചു പിടിച്ചു എന്നൊക്കെ ഉള്ളത് പിന്നീട് പുറത്ത് വരും. ഇപ്പം അയക്ക് ഇതിൻ്റെ കണക്കറിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഒരു പ്രതിപക്ഷ ഇപ്പോൾ കണക്കറിയാൻ വേണ്ടിയിട്ടല്ല ഈ സമയത്ത് ചോദിക്കാനും പാടില്ല. എത്ര നിസ്സാരമായ സംഗതിയാണെന്ന് നോക്കിയ ജയശങ്കർ പറഞ്ഞതിൻ്റെ മലയാളം ഒന്ന് എടുത്ത് നോക്ക്. അറ്റ് ദ സ്റ്റാർട്ട് വി ടോൾഡ് ദം വി ആർ സ്ട്രൈക്കിംഗ് ഓൺ ടെറർ ഹൈഡൗട്ട്സ്. You can choose not to interfere. But they did not heed to our good advice. അവർ തിരിച്ചടിച്ചു. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ മുമ്പോട്ട് പോയി. അതല്ലെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഞാൻ അല്പം മനസ്താപത്തോടെയാണ് ഈ ആർമിയുടെ ഒരു ട്വീറ്റ് വന്നു, ജസ്റ്റിസ് ഹാസ് ബീൻ ഡെലിവേർഡ്, ഈ 9 താവളങ്ങൾ. അപ്പോൾ ഞാൻ ഇത്ര ഉള്ളോ ചേട്ടാ, പോരല്ലോ, എല്ലാവർക്കും തോന്നി. ഞാൻ മിണ്ടിയില്ല, കാരണം മിണ്ടാൻ പാടില്ല. ഒരു ആത്മാർത്ഥതയുള്ള രാജ്യസ്നേഹമുള്ള പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു ആ തീരുമാനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ സമയത്ത് പറയാൻ പാടില്ല. അപ്പോൾ എനിക്ക് ഉള്ളിലൊരു മനസ്താപം തോന്നി, ശരിയായില്ല. പിറ്റേ ദിവസം ഇത് വീണ്ടും ചൂടായി കഴിഞ്ഞപ്പോൾ ഐ വാസ് ഹാപ്പി. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് നേരത്തെ ഒരു മനസ്താപം ഉണ്ടായി, ഇപ്പോൾ അത് മാറി. അപ്പം ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഇപ്പോൾ അത് മാറി. അപ്പോൾ ഇത് നമ്മൾ പട്ടാളത്തിൻ്റെ ഒരു ഇതിറങ്ങി, പത്രക്കുറിപ്പ് ഇറങ്ങി. ആ പത്രക്കുറിപ്പിൽ അവർ പറഞ്ഞു, അവർ അറ്റാക്ക് വാസ് പ്രിസൈസ്, കാലിബ്രേറ്റഡ്, നോൺ എസ്കലേറ്റീവ്.
അപ്പോഴും എനിക്ക് തോന്നി പിന്നെ പ്രിസൈസ് കാലിബ്രേറ്റ് അടിച്ച് പണ്ടാറടക്കണ്ട അവൻ്റെ എന്നൊക്കെ തോന്നി. മിണ്ടിയില്ല, മിണ്ടാൻ പാടില്ല. അപ്പോൾ പ്രിസൈസ് കാലിബ്രേറ്റഡായിട്ട് ഇതായിരുന്നു നമ്മുടെ പരിപാടി. ആ അടി കഴിഞ്ഞിട്ട് അതിൽ പാകിസ്ഥാൻ പട്ടാളം ഇടപെടുന്നില്ല എങ്കിൽ നമ്മളവിടെ വെച്ച് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തുമായിരുന്നു. അതാണ് ജസ്റ്റിസ് ഈസ് ഡെലിവേർഡ് എന്ന് ഇന്ത്യൻ ആർമി എഴുതാൻ കഴിയും. അപ്പം ഞാൻ ഓർത്ത് നീതി നടപ്പിലായെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ വേറെ എന്ത് നീതി നടപ്പിലായെന്നാണ് ചുമ്മാ എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു മനപ്രയാസം ഉണ്ടായിരുന്നു. അത് മാറ്റി പാകിസ്ഥാൻകാരന് അത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അവിടെ തീവ്രവാദി എന്ന് പറയുന്ന പട്ടാളക്കാരൻ തന്നെയാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമില്ല. പിന്നെ നരേന്ദ്രമോദിയും അത് ഒഫീഷ്യലി നിങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവും. അതുകൊണ്ട് ഇനി പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പട്ടാളത്തെ അടിക്കും, തീവ്രവാദിയും നോക്കാനൊന്നുമില്ല. ഈ രീതിയിലേക്ക് വന്നു. ഇതൊക്കെ രാഹുൽ ഗാന്ധിക്ക് അറിയാം. ഈ ജയശങ്കർ പറഞ്ഞത് മലയാളത്തിലാക്കി കഴിഞ്ഞാൽ, പച്ച മലയാളത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഭീകര താവളങ്ങളാണ് ആക്രമിക്കുന്നത്, നിങ്ങൾ ഇടപെടാതിരുന്നാൽ ഇതിവിടെ വെച്ച് നിർത്താം, അതല്ലെങ്കിൽ ശരി ആയിക്കോട്ടെ. അവരത് കേട്ടില്ല. അവർ നേരെ സന്ധ്യയായപ്പോൾ തിരിച്ച് നമ്മളെ അടിക്കാൻ നോക്കി. നമ്മൾ അവരെ അടിച്ചു. അവരുടെ ഡിഫൻസ് സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തു, അവരുടെ എയർ ബേസ് സിസ്റ്റം തകർത്തു. ഇതാണ് സംഭവിച്ചത്. ഇത് പറഞ്ഞല്ല, അത് ചോർത്തിക്കൊടുക്കലാവുന്ന. അതെ, നേരത്തെ പാകിസ്ഥാനോട് പറഞ്ഞു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. ആദ്യമേ പറഞ്ഞു, അത് ശരിയാണെന്നേ. പലതവണ ഇത് പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ടെറർ ഹൈഡേഴ്സ് ഉണ്ട്, ഞങ്ങൾക്കറിയാം, ബി കെയർഫുൾ, അത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വി ഗേവ് സെവറൽ വാർണിങ്സ്. ആ പട്ടാളത്തിൻ്റെ ഫസ്റ്റ് പത്രസമ്മേളനം ഉണ്ടല്ലോ, അതിൽ ജനറൽ ഗായ്, DGMO, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, ജനറൽ ഗായ് തന്നെ പറയുന്നുണ്ട്, ഐ സെൻഡ് ദം എ മെസ്സേജ് വിച്ച് വാസ് ബ്രിസ്ക്ലി ടേൺ ഡൗൺ. മെസ്സേജ് ചെന്നതും പറ്റില്ല എന്ന് പറയും. അപ്പോൾ മിലിറ്ററിയും അവർക്ക് ഇത് കൊടുത്തു, ഞങ്ങൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഈ സാധനങ്ങളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, വി വിൽ നോട്ട് കം ഫർദർ. അത് പറ്റില്ല എന്ന് പറഞ്ഞു. നോ, വി ആർ ഗോയിങ് ടു റിട്ടാലിയേറ്റ്. ശരി, നീ റിട്ടാലിയേറ്റ് ചെയ്യാൻ കാണട്ടെ. ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു? അവരുടെ റിട്ടാലിയേഷൻ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. കാരണം അത്രയധികം ഡ്രോണുകളും മിസൈലും വെച്ചാണ് അവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അപ്പുറം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അവർ സുവർണക്ഷേത്രത്തിന് നേരെയാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത്. ഒരൊറ്റ ഡ്രോൺ അതിൻ്റെ തലയിൽ വീഴാൻ നമ്മൾ സമ്മതിച്ചു. അല്ല, ക്ഷേത്രത്തിൻ്റെ അധികാരികൾ അതിനുള്ളിൽ എയർ ഡിഫൻസ് സംവിധാനം ഒരുക്കാൻ സമ്മതിച്ചു എന്ന് ഇന്നലെ ആർമി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതെ, ആർമി ഓരോ പത്രസമ്മേളനമായിട്ട് നടത്തും. ഈ ഇന്ത്യൻ എയർഫോഴ്സ് പത്രസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ പ്ലാറ്റ്ഫോംസ് വിച്ച് വി ഹാവ് യൂസ്ഡ്, ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പ്ലാറ്റ്ഫോംസ് വിച്ച് വി ലോസ്റ്റ് എന്നല്ല, ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്ലാറ്റ്ഫോംസ് വിച്ച് വി ഹാവ് യൂസ്ഡ്, നമ്മൾ ഉപയോഗിച്ച പ്ലാറ്റ്ഫോംസ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഈ ലൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയും. ഇത് ഇയാൾ ഇത്ര വലിയ മുഴുപ്പിക്കാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അല്ല, ഒരു യുദ്ധം വന്നു കഴിയുമ്പോൾ നമുക്ക് തട്ട് കിട്ടില്ല. എന്താ ഈ പറയണത്? അതെത്രയാണെന്നറിയാം, എത്രയെങ്കിലും വാങ്ങിക്കോട്ടെ. ഇപ്പം അത് പറയേണ്ട കാര്യം എന്താ? ഇപ്പം അത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ നമ്മളുടെ ഈ നടത്തുന്ന ഇൻ്റർനാഷണൽ ഔട്ട്റീച്ച്, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൻ്റെ ഫലപ്രാപ്തിയെപ്പറ്റി എനിക്ക് സംശയമുണ്ടെങ്കിലും ഞാൻ ഇന്നലെയും പറഞ്ഞില്ല, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് പാർലമെൻറ്റിൻ്റെ വിശുദ്ധത്തെ ഞാൻ ചോദ്യം ചെയ്യില്ല. പാർലമെൻറ്റും ഗവൺമെൻറ്റും ചേർന്നെടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 59 പേര് പോകുന്നത്. അത് OIC ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഐ വിൽ നോട്ട് ക്വസ്റ്റ്യൻ ദ അറേഞ്ച്മെൻറ്റ്, ബട്ട് അതിൻ്റെ ഫലപ്രാപ്തിയെപ്പറ്റി എനിക്ക് ഒരു വലിയ വിശ്വാസമൊന്നും. പക്ഷേ ഈ സംഘം 59 പേര് പോകുമ്പോൾ നിശ്ചയമായും അവരെ കുഴപ്പത്തിലാക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. അത് മനസ്സിലായി. രാഹുൽ ഗാന്ധിക്ക് ചിലപ്പോൾ ഒരു പരാതി ഉണ്ടാവുമായിരിക്കും. അയാൾ രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ്. 59 പേരെ സെലക്ട് ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാവായ തന്നെ തഴഞ്ഞു എന്നൊരു ഫീൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടെങ്കിലോ? അല്ല, എന്തിനാ ഫീലിംഗ് ഉണ്ടാവണം? ഈ 59 പേരെ തിരഞ്ഞെടുക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് പങ്കുണ്ടാവണമെങ്കിൽ രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ മോദിയെ കാണുക, ഇങ്ങനൊരു പരിപാടി ഉണ്ടോ, ഇന്ന മാതിരി നമുക്ക് നീങ്ങാം, അയ്യോ മറ്റേ ആൾ ശരിയാവില്ലല്ലോ, അത് കുഴപ്പമില്ല, ഞാൻ ചെയ്തുതരാം. ഇപ്പോഴും രാഹുൽ ഗാന്ധി ഒരു റെസ്പോൺസിബിൾ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആണെങ്കിൽ
രാഹുൽ ഗാന്ധി ക്യാൻ വാക്ക് ഇൻ ടു ജയശങ്കർസ് ഓഫീസ്, ഒരു ഫോൺ കോൾ, ഞാൻ ഒന്ന് വരുന്നുണ്ട് എനിക്കൊന്ന് കാണണമല്ലോ, യെസ്, നിങ്ങൾ മറ്റേ ഇവിടെ പോകാൻ പോവല്ലേ, ഇല്ല അത് കുഴപ്പമില്ല നാളത്തെ ഫ്ലൈറ്റിനെ പോകുന്നുള്ളൂ. പോയി ചോദിക്കുക, നിങ്ങളെന്താ വീഡിയോയിൽ പറഞ്ഞത്? അറ്റ് ദ സ്റ്റാർട്ട് വി ഇൻഫോം ദം. അവരോട് പറഞ്ഞിട്ടാണോ ഇത് തുടങ്ങിയത്? എന്തെങ്ങനെയൊക്കെ പറയുന്നത് ജയശങ്കർ? അറിയണോ അതിനങ്ങനെ ഒരു അർത്ഥം വരുമോ? പിന്നെ അങ്ങനെ വരും. എൻ്റെ പാർട്ടിയിൽ 1-2 പേര് പറഞ്ഞു അത് ഇഷ്യൂ ആക്കണം. ഞാൻ പറഞ്ഞു നോ, ഇത്തരം അവസരങ്ങൾ നമ്മളിതുപോലെ അതിലെ വ്യാകരണം നോക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഐ നോ യു ബിക്കോസ് വാട്ട് യു മെൻ, നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നാട്ടിൽ വെറുതെ ഒരു കാര്യം ചെയ്യും, ആ വിക്രം മിസ്ത്രിയോട് ഒരു എങ്ങും തൊടാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് അയക്കാൻ പറ. ദിസ് ഈസ് വാട്ട് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഹാസ് ടു ഡു. ഇങ്ങനെ ചെയ്തവരുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ സ്വപ്നം കാണാനേ പറ്റുള്ളൂ. ആ സ്ഥിരം ജവഹർലാൽ നെഹ്റുവിനെ കളിയാക്കുന്ന ആളായിരുന്നു എച്ച്.വി. കാമത്ത്. എച്ച്.വി. കാമത്താണ് നമ്മളുടെ കറൻസി നോട്ടിൽ തെറ്റുണ്ട്, അപകടമുണ്ട് എന്ന് പറഞ്ഞ് നെഹ്റുവിനെ ബോധ്യപ്പെടുത്തുക. ആ കഥ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് കണ്ണുമടച്ച് എതിർക്കുക, കളിയാക്കുക, പരിഹസിക്കുക, അതല്ല. കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഒപ്പോസ് ചെയ്യുക. അത് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല, അഥവാ അറിഞ്ഞെങ്കിൽ അറിഞ്ഞില്ല. അത് ഇതിപ്പോൾ ഇവരെ എംബ്രാസ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും രാജ്യം ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ നേതാവായി പെരുമാറേണ്ട ആളാണ്, കൺസ്ട്രക്റ്റീവായിട്ട് നിൽക്കേണ്ട ആളാണ് രാഹുൽ ഗാന്ധി. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത് ശീലമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.